إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിലകലം പാലിച്ച് ജീവിക്കണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും അവകളെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുകയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി മരണം വരെ ജീവിക്കുവാനും അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്, അവൻ്റെ റഹ്മത്തിലേക്ക് സന്തോഷത്തോടുകൂടി സുസ്മേരവദനായി യാത്ര ചെയ്യാനുള്ള വലിയ തൗഫീഖ് നൽകി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 17ാമത്തെ സൂറത്തായ സൂറത്തുൽ ഇസ്രാഇന്റെ 9ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വമ വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയമായും ഖുർആൻ ഷരീഫ്, യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ശരിയായ ഒരു ഹിദായത്തിലേക്ക്, ശരിയായ വഴികളിലേക്ക് അത് മാർഗദർശനം നൽകുന്നു. വയുബശ്ശിറു, അത് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക്. അല്ലദീന, എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണെന്നറിയുമോ? യഅമലൂന, അവർ അമലുകൾ ചെയ്യുന്നു. അസ്വാലിഹാത്ത്, സ്വാലിഹാത്തുകളായിട്ടുള്ള അമലുകൾ ചെയ്യുന്നവരാണ്. അന്ന ലഹും, അതുകൊണ്ട് തന്നെ അവർക്ക് അജ്റൻ കബീറ, വലിയ പ്രതിഫലം അവർക്കുണ്ടായിരിക്കും എന്നുള്ള സന്തോഷ വാർത്ത അവരെ അറിയിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ബോധ്യപ്പെടുത്തുന്നത്. ഖുർആൻ ഹിദായത്തിന്റെ വഴികളിൽ എത്രത്തോളം പ്രസക്തമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരായത്താണ്. ഹിദായത്ത് എന്നുള്ളത് സന്മാർഗ ദർശനമാണ് എന്നുള്ള ഒരു ധാരണ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. പലപ്പോഴും നമ്മൾ അതിനോടൊപ്പം ചേർക്കാറുള്ളത് യഥാർത്ഥ ഹിദായത്താണോ എന്നുള്ളതാണ്.
സ്വാഭാവികമായ ഒരു ഹിദായത്ത് എന്ന് പറയുമ്പോൾ അതൊരു കേവല ഹിദായത്ത് എന്നുള്ള തലത്തിലേക്ക് നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കേണ്ടി വരികയാണ്. യഥാർത്ഥ ഹിദായത്ത് എന്നുള്ളതിനപ്പുറം കേവലമായ ഹിദായത്താണുള്ളത്. പലപ്പോഴും പരമ്പരാഗതമായി നമ്മൾ അനുവർത്തിച്ചു വരുന്ന നമ്മളുടെ ശൈലികൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം കേവല ഹിദായത്തുമായി ബന്ധപ്പെട്ടവയാണ്. 100% ഖുർആനാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് മറുപടി കൊടുക്കേണ്ടി വരും. ഹിദായത്ത് എന്ന് പറയുമ്പോൾ ഖുർആനിൽ അധിഷ്ഠിതമാണോ, ഇത് ഹദീസിന്റെ താല്പര്യത്തിലാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നുള്ളതാണ് മറുപടി. അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു. ഒരു സമൂഹം ആളുകളും പിൻപറ്റുന്ന ഒരു ജീവിത ശൈലിയെ നോക്കിക്കണ്ടിട്ട് ഇതൊക്കെ തന്നെയാണ് സത്യം എന്നുള്ള ഒരു ധാരണ, അതും ഒരു കേവല ധാരണ മാത്രമാണ്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ജനങ്ങളുടെ ഒരു പിൻപറ്റൽ രീതിക്കാണ് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ കാഴ്ചപ്പാടുകളും വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും കാഴ്ചപ്പാടിലുള്ള യഥാർത്ഥ ഹിദായത്തും വളരെ വലിയ വ്യത്യാസമുള്ളതായിട്ടാണ് കാണാൻ കഴിയുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തഹജ്ജുദ് നമസ്കരിക്കുകയും ളുഹ നമസ്കരിക്കുകയും അതുപോലെയുള്ള സുന്നത്ത് കർമ്മങ്ങളെല്ലാം നമസ്കരിക്കുകയും അതിനോടൊപ്പം തന്നെ ഫർദ്, അതിൻ്റെ റവാത്തിബ് സുന്നത്തുകൾ അടക്കമുള്ള എല്ലാ നമസ്കാരങ്ങളും എത്രമാത്രം നമസ്കരിക്കാൻ കഴിയുമോ അത്രമാത്രം നമസ്കരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ നോമ്പിന്റെ വിഷയത്തിലുള്ള ഒരു സമീപനവും അങ്ങനെ തന്നെയായിരിക്കും. സുന്നത്ത് നോമ്പുകളെല്ലാം പിടിച്ചു വിട്ടു. ഫർദ് നോമ്പുകളുടെ വിഷയത്തിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതിനുശേഷമുള്ള 6 നോമ്പുകളടക്കം, അതിനുമപ്പുറം ആഴ്ചകളിലുള്ള തിങ്കൾ, വ്യാഴം പോലുള്ള നോമ്പുകളും പിടിച്ചു വിട്ടു. അത്രമാത്രം നോമ്പ് അനുഷ്ഠിക്കുന്ന വിഷയത്തിൽ വലിയ ആവേശം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. സദഖ കൊടുക്കുന്ന വിഷയത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. തൻ്റെ കയ്യിലുള്ളത് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്കുള്ള ചെറിയൊരു കുഴപ്പം, ഈ ചെറുത് എന്ന് പറയുന്നത് നമ്മളുടെ നിലവിലുള്ള കേവല ഹിദായത്തിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോഴാണ് അത് ചെറുത് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടി വരും. ചെറിയൊരു കുഴപ്പം എന്താണ്? ഈ ഗുണങ്ങളൊക്കെ ഉള്ളത് ഒരു സ്ത്രീക്കാണെന്ന് വിചാരിക്കുക. വലിയ നമസ്കാരക്കാരിയാണ്, വലിയ നോമ്പ് പിടുത്തക്കാരിയാണ്, സദക്കകൾ കൊടുക്കുന്ന വിഷയത്തിലും വലിയ ആവേശം കാണിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവർക്കുള്ള ചെറിയൊരു കുഴപ്പം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ചെറുത് എന്നുള്ളത് നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ചെറുത് എന്ന് വ്യാഖ്യാനിക്കേണ്ടത്. എന്താണ് ചെറിയ പ്രശ്നം? അയൽവാസികളെ കുറിച്ച് എന്തൊക്കെയോ പറയാറുണ്ട് ഇടയ്ക്കൊക്കെ അവസരം കിട്ടുമ്പോൾ. ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന മോശത്തരങ്ങളായിരിക്കാം, ചിലപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമസ്കാരമില്ലാത്ത ആളുകളെ കുറിച്ച് കുറ്റപ്പെടുത്തലായിരിക്കാം, ഇബാദത്ത് കർമ്മങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ എന്തായിരുന്നാലും കുറച്ചൊക്കെ കുറ്റപ്പെടുത്താറുണ്ട്. അവരുടെ നാവിൽ നിന്നും അയൽവാസികൾ ഒഴിവല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ നോട്ടത്തിൽ എന്താണ്, അങ്ങനെയുള്ള ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ ആളുകൾ എന്താ പറയുക? വലിയ നമസ്കാരക്കാരിയാണ്, വലിയ നോമ്പുപിടുത്തക്കാരിയാണ്, സദക്കകൾ ധാരാളം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിക്കും, നമ്മുടെ കേവല ഹിദായത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗം ഉറപ്പാണ്. അവർക്ക് സ്വർഗം ഉറപ്പിച്ചല്ലേ പറ്റുള്ളൂ. തഹജ്ജുദ് നമസ്കാരം മുടങ്ങാതെ നിർവഹിക്കുന്ന ഒരു സ്ത്രീയാണ്, സ്വർഗം ഉറപ്പിച്ചു. പക്ഷേ സമയത്തിലൂടെ ഒന്ന് നമ്മളൊന്ന് യാത്ര ചെയ്യുക. ഇപ്പൊ ടൈം ട്രാവലിനെ കുറിച്ചൊക്കെ സയൻസ് പറയുന്നുണ്ടല്ലോ. സമയത്തിലൂടെയുള്ള യാത്രയാണ്. പ്രകാശവേഗതയേക്കാൾ ഒരല്പം സ്പീഡ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുക പിന്നിലേക്കാണ്. പ്രകാശവേഗതയിൽ സഞ്ചരിക്കാൻ സാധിച്ച, പ്രകാശവേഗത എന്ന് പറഞ്ഞാൽ
ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനുള്ള ഒരു വാഹനം നമ്മൾ കണ്ടെത്തിയാൽ അത് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ്. ഇപ്പൊ തിയററ്റിക്കൽ ഫിസിക്സ് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റീൻ അത് വ്യക്തമാക്കി. അത് സാധ്യമാണ് എന്ന് വെച്ചാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്, അത് സയന്റിഫിക് ആണ്, അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം വന്ന സ്റ്റീഫൻ ഹോക്കിംഗ് അടക്കമുള്ള മുഴുവൻ സയന്റിസ്റ്റുകളും എന്ത് ചെയ്തു? അത് പ്രൂവ് ചെയ്തു. അത് തെറ്റൊന്നുമല്ല, അത് ശരിയാണ്. തിയററ്റിക്കലി ഇത് ശരിയാണ്, പക്ഷെ പ്രാക്ടിക്കലി അതിനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ എത്തിയിട്ടില്ല. എത്തുമ്പോൾ സഞ്ചരിക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ പറഞ്ഞു വന്ന വിഷയം, പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചാൽ ഭാവിയിലേക്കും പ്രകാശ വേഗതയേക്കാൾ ഒരല്പം കൂടുതൽ സഞ്ചരിച്ചാൽ നമ്മൾ ഭൂതകാലത്തേക്കും സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സഞ്ചാരത്തിനായി ടൈം ട്രാവൽ എന്ന് പറയുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, പ്രകാശ വേഗതയേക്കാൾ ഒരല്പം വേഗതയിൽ നമ്മളൊന്ന് സഞ്ചരിക്കുക. അതാ നമ്മുടെ ഈ കാഴ്ചപ്പാടുകളും നമ്മുടെ ഈ വിശ്വാസങ്ങളും കേവല ഹിദായത്തുമായി നമ്മളൊന്ന് സഞ്ചരിക്കുക. അങ്ങോട്ടാണ് 1400 വർഷങ്ങളൊന്ന് സഞ്ചരിക്കണം. അധികം നേരമൊന്നും വേണ്ട. കാരണം ഒരു 10 മണിക്കൂർ പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചാൽ നമ്മൾ 100 വർഷം ഭാവിയിലേക്ക് പോകുന്നതാണ്. 10 മണിക്കൂർ സഞ്ചരിച്ചാൽ മതി, 100 വർഷം ഭാവിയിലേക്ക്. അപ്പൊ പിന്നെ ഭൂതത്തിലേക്ക് സഞ്ചരിക്കാൻ അത്രയൊന്നും സമയം വേണ്ടി വരില്ല, കുറഞ്ഞ സമയം ആവശ്യമുള്ളൂ. അപ്പൊ 1400 വർഷങ്ങൾ സഞ്ചരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ ഇതൊന്ന് അവതരിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഒരു സ്ത്രീ ഞങ്ങളുടെ അടുക്കൽ നിന്നും മരണപ്പെട്ടുപോയി, അവരുടെ സ്ഥാനം എവിടേക്കും, സ്വർഗത്തിലല്ലേ എന്ന് ചോദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുക പോലും ഇല്ല എന്നുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഇടപെടലിന് വേണ്ടി ഒന്നും കാത്തിരിക്കില്ല. ആ നിമിഷം മറുപടി, ഹിയ ഫിന്നാർ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഞെട്ടിപ്പോവും. അവള് നരകത്തിലാണല്ലോ എന്നാ പറയും. അവര് നരകത്തിലാണ്. ഈ തഹജ്ജുദ് അടക്കം ളുഹ അടക്കമുള്ള ഇത്രയും നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന വിഷയത്തിൽ ആവേശം കാട്ടുന്ന ഈ സ്ത്രീ, അല്ലെങ്കിൽ തിങ്കൾ വ്യാഴം പോലുള്ള അടക്കമുള്ള എല്ലാ നോമ്പുകളും പിടിച്ചുവിട്ടാൻ ആവേശം കാണിക്കുന്ന ഈ സ്ത്രീ, സദക്കകളൊക്കെ നിർവഹിക്കുന്ന ഈ സ്ത്രീ 100% നരകത്തിലാണ്. നമ്മൾ ഞെട്ടിപ്പോവും. ഇതെന്താ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത്? അവർ പറയുന്ന അവളുടെ നാവാണ് പ്രശ്നം എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അത് പറഞ്ഞു വന്നത്, നമ്മളുടെ ഹിദായത്ത് എന്ന് പറയുമ്പോൾ ഒരു കേവല ഹിദായത്ത് എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. അപ്പൊ ശരിയായ ഹിദായത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഖുർആനെയും മുൻനിർത്തണം, ഹദീസിനെയും മുൻനിർത്തണം. അവിടെ നാട്ടുവർത്തമാനങ്ങൾ മാറ്റി നിർത്തുക, എന്റെ അഭിപ്രായങ്ങളെ മാറ്റി നിർത്തുക, അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ അത് മാറ്റി നിർത്തണം. ശരിയായതിനെ കണ്ടെത്താൻ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ നിലവിലുള്ള കാഴ്ചപ്പാടുകൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിട്ടായിരിക്കും ഇസ്ലാം നമ്മുടെ മുന്നിൽ അങ്ങനെ വ്യക്തമായി വരിക. ആ നിലയിലേക്ക് ഹിദായത്തിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അത് വലിയൊരു തൗഫീഖാണ്. അതിനുവേണ്ടി നമ്മളെന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ദുആ മാത്രം പോരാ, പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഖുർആനുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുക, അത് മാത്രമേ വഴിയുള്ളൂ. ഹദീസുമായി ബന്ധപ്പെടുക, അത് മാത്രമേ വഴിയുള്ളൂ. അവിടെയാണ് യഥാർത്ഥ ഹിദായത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പറഞ്ഞു വന്ന വിഷയം, ഇങ്ങനെയുള്ള യഥാർത്ഥ ഹിദായത്ത് അങ്ങനെ തന്നെ നമ്മൾ വേർതിരിച്ച് തന്നെ പറയേണ്ടി വരും. അപ്പൊ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ള യഥാർത്ഥ ഹിദായത്തിന്റെ പ്രത്യേകത, അത് അഖ്വമായിട്ടുള്ള, ഏറ്റവും നിലനിൽപ്പുളവാക്കുന്ന, എന്നെന്നും നിലനിൽക്കാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല വഴികളാണ് ഒരു മനുഷ്യന്റെ മുന്നിൽ തുറന്നു തരിക. അപ്പൊ ഇന്ന് ചെയ്തത് നാളെ തെറ്റായി പോയി എന്നുള്ള തോന്നലൊന്നും ഉണ്ടാകില്ല എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇന്ന് ഞാൻ പലതും ചെയ്തു കൂട്ടി, പടച്ചവനെ ഒരുപാട് തെറ്റിപ്പോയല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ എൻ്റെ ചെറുപ്പകാലത്ത്, എൻ്റെ യൗവനത്തിൽ, എൻ്റെ ചോരത്തിളപ്പിൽ ഞാൻ കാട്ടിക്കൂട്ടിയത് പലതും വലിയ തെറ്റായി പോയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് എഴുന്നേക്കാൻ പോലും കഴിയാതെ ബെഡിൽ കിടന്നുകൊണ്ടിരിക്കുന്ന, കിടക്കയിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ധാരാളം ഹതഭാഗ്യരുണ്ട്. ചിന്തിച്ചു നോക്കുക. അത് വല്ലാത്തൊരു ഭാഗ്യക്കേടാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ അബദ്ധങ്ങളെ കുറിച്ച് ആലോചിച്ച് അവലാതിയും വേവലാതിയും പൂണ്ട് കഴിയാതെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഖുർആനോടും ഹദീസിനോടും ചോദിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ശരിയായ ഹിദായത്തിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുക.
ഇവിടെ ആരെങ്കിലും ഒന്നും പറയുന്നൊന്നുമല്ല, അള്ളാഹ് തന്നെ പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയണം. അതാണ് അതിന്റെ ഒരു നിർബന്ധ ബുദ്ധി. ഇല്ലെങ്കിൽ അതിനനുസൃതമായി ശേഷമുള്ള ആളുകൾ പറയണം. അത് താബിഈങ്ങളായിക്കോട്ടെ, തബിഈ താബിഈങ്ങളൊക്കെ ആയിക്കോട്ടെ, ശേഷമുള്ള ഉലമാക്കളായിക്കോട്ടെ. അള്ളാഹ് പറഞ്ഞതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനും അനുബന്ധമായ രൂപത്തിൽ സംസാരിക്കുന്നവരെയും കേട്ടോളൂ, അവരെയും നമ്മൾ ശ്രദ്ധിച്ചോളൂ, അവരെയും നമ്മൾ അമലുകളുടെ വിഷയത്തിൽ അവരെയും നമ്മൾ അനുസരിച്ചോളൂ. അതിനപ്പുറമുള്ള ഒന്നും പാടില്ല എന്നാണ്. അതാണ് ഹിദായത്തിന്റെ വിഷയത്തിലുള്ള തഖ്വ അല്ലെങ്കിൽ സൂക്ഷ്മത എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സൂക്ഷ്മതാബോധം ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുഅ്മിനെന്നാണ് ഖുർആൻ വിളിക്കുക. അപ്പൊ അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് വയുബശ്ശിറുൽ മുഅ്മിനീന, അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല മെൻഷൻ ചെയ്യാണ്. അത് ആരാണെന്ന് അറിയുമോ? വെറുതെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ പോലെ. അപ്പൊ അവിടെയും പ്രശ്നമുണ്ട്, കേവല മുഅ്മിൻ അല്ല എന്നർത്ഥം. അല്ലാഹു വളരെ കൃത്യതയോട് സംസാരിക്കുകയാണ്, നമ്മുടെ ബുദ്ധിയോട് ഇങ്ങനെ സംവദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേവല മുഅ്മിൻ അല്ല കേട്ടോ, മുഅ്മിൻ എന്ന് പറയാൻ വരട്ടെ. ആരാണ് നിങ്ങളുടെ നോട്ടത്തിൽ മുഅ്മിൻ? നമ്മുടെ നോട്ടത്തിൽ ഒരു മുഅ്മിന്റെ ഒരു രൂപം ഉണ്ടാവുമല്ലോ. ഈ പറഞ്ഞതുപോലെ കുറെ അമലുകളും കാര്യങ്ങളും ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തി അതല്ല. അള്ളാഹ് പ്രത്യേകം അവിടെ അടിവരയിട അല്ലദീന യഅമലൂന, അവർ അമൽ ചെയ്യുന്നു. എങ്ങനെയുള്ള അമലാന്നറിയോ? അസ്വാലിഹാത്ത്, സുൽഹ് ചെയ്യാൻ കഴിയുന്ന അമലുകളാണ്. അപ്പൊ ഞാൻ ധാരാളം അമലുകൾ ചെയ്യുന്നു, നമസ്കരിക്കുന്നു, ഖുതുബ പറയുന്നു, ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ ദിക്റുകൾ ചെയ്യുന്നു, സലാത്ത് ചൊല്ലുന്നു, വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരാളുടെ നോട്ടത്തിൽ അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അമലാണ്. പക്ഷെ വരട്ടെ, ഇത് സുൽഹാക്കാൻ കഴിയുന്ന അമലു സ്വാലിഹാത്താണോ? അമലു സ്വാലിഹാത്ത് ആകണമെങ്കിൽ ഇപ്പോ ഒരാളെ സഹായിക്കുന്നു, ക്ഷമിച്ചു കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. ഇത് അമലു സ്വാലിഹാത്ത് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ളതാണ്. സൂറത്തുൽ അൻആമിന്റെ അവസാന ഭാഗം ഓർമ്മ ശരിയാണെങ്കിൽ 163 അല്ലെങ്കിൽ 164 ആയത്താണ്. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ മാർഗത്തെയാണ് ഞാൻ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നല്ല അഭിമാനത്തോടു കൂടി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ആയത്ത് തുടങ്ങുന്ന ഖുൽ ഇന്നനി ഹദാനി എന്ന് പറഞ്ഞിട്ടാണ്. റബ്ബി ഇലാ സിറാത്തിൽ മുസ്തഖീം, ശരിയായ ഒരു സിറാത്തുൽ മുസ്തഖീമിലൂടെ. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ യഹ്ദി ലില്ലദീ ഹിയ അഖ്വം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ മറ്റൊരു കാഴ്ചപ്പാടാണ്. യഥാർത്ഥ വഴിയിലൂടെ, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. ആ വഴിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു 2 ആയത്തിലൂടെ വ്യക്തമാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും കൂട്ടിച്ചേർത്ത് പറഞ്ഞാലേ അതിനൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. അതിനുശേഷമുള്ള ആയത്തിൽ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാർഗത്തെ, മില്ലത്തിനെ 100% അനുധാവനം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പ്രവാചകരെ താങ്കൾ പറയിൻ. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർന്നില്ല, ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വ അന അവ്വലുൽ മുസ്ലിം. ഇങ്ങനെയാണ് ഖുർആൻ ആയത്ത്. പലപ്പോഴും ഇഫ്തിതാഹിന്റെ ദുആയിൽ, നമസ്കാരത്തിന്റെ തുടക്കത്തിൽ വജ്ഹത്തിനോടൊപ്പം നമ്മൾ ചേർത്ത് പറയുന്ന ആ ഒരു ദുആയുടെ ഭാഗമാണ്. അതിൽ നമ്മൾ വ അന മിനൽ മുസ്ലിമീൻ എന്ന് പറയും, ഖുർആൻ ആയത്തിൽ വ അന അവ്വലുൽ മുസ്ലിമീൻ. ഇതാണ് അതിന്റെ ഒരു വ്യത്യാസം. അപ്പൊ എന്താണ് ഇവിടെ പറയാൻ പറയുന്നത്? പറയാൻ മാത്രമല്ല, പറച്ചിലല്ല, പ്രായോഗികവൽക്കരണമാണ്. ആദ്യം പറയുക, പിന്നെ പ്രായോഗികവൽക്കരിക്കുക. അപ്പോൾ മാത്രമേ പറഞ്ഞതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. ഖുർആന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് അതാണ്. വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ. ഇപ്പൊ ഇവിടെ നിന്നിട്ട് നല്ലൊരു മെമ്പറും കുറച്ച് ആളുകളും കിട്ടുമ്പോൾ പറയാൻ നല്ല രസമാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികവൽക്കരിക്കുന്ന വിഷയത്തിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വന്ന വിഷയം ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. എത്ര കാര്യങ്ങൾ എണ്ണി പറഞ്ഞു? എന്റെ നമസ്കാരങ്ങൾ, വനുസുക്കി എന്റെ ആരാധനകൾ, അഖിലവും, എല്ലാ ആരാധനകളും. എന്താ ആരാധനകൾ എന്ന് പറഞ്ഞാൽ 5 വഖ്ത് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഇതാണ് പരമ്പരാഗതമായ കാഴ്ചപ്പാട്. കേവല ഹിദായത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന മറുപടി അതല്ല ഇബാദത്ത് അല്ലെങ്കിൽ ആരാധന. എന്താണ് ആരാധന? ഞാൻ രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയത് മുതൽ ഞാൻ രാവിലെ ബ്രഷ് ചെയ്തത് ഇബാദത്താക്കി മാറ്റാം വേണമെങ്കിൽ, ഞാൻ രാവിലെ ടോയ്ലറ്റിൽ പോയത് വേണമെങ്കിൽ ഇബാദത്താക്കി മാറ്റാം.
ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകൾ എന്തോ എന്നോട് ചോദിച്ചു. അപ്പം എഴുന്നേറ്റ് വരുന്ന ആ ഒരു മൂഡാണല്ലോ, ഒട്ടും മൂഡ് ശരിയല്ല. ആ സമയത്തും അവരുടെ മനസ്സിനെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ മാന്യമായ പ്രതികരണം. കാരണം ഇവര് എൻ്റെ ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കാം, എൻ്റെ ഭാഗത്തുനിന്ന് മാന്യമായൊരു പ്രതികരണം ആണ് പ്രതീക്ഷിക്കുന്നത് എന്ന നിലയ്ക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ മുഖം കറുപ്പിക്കാതെ, അസ്വസ്ഥതയില്ലാതെ, കാരണം നമ്മുടെ ശബ്ദമൊക്കെ കനത്തിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മനസ്സിനും വല്ലാതെ കട്ടിപിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പടച്ചവനെ ഇബാദത്താണല്ലോ, അള്ളാഹുവിന് വേണ്ടിയിട്ടാകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ മാന്യമായ പ്രതികരണം, അത് ഇബാദത്താണ്. പിന്നീട് പള്ളിയിലേക്കുള്ള നടത്ത ഇബാദത്ത്, പോകുന്ന വഴിയിൽ ജനങ്ങളോട് സലാം പറച്ചിൽ ഇബാദത്ത്, തിരിച്ചു വന്നുള്ള പുഞ്ചിരി ഇബാദത്ത്, സന്തോഷപ്രകടന ഇബാദത്ത്, സ്നേഹിക്കൽ ഇബാദത്ത്, കച്ചവടത്തിന് പോകൽ ഇബാദത്ത്, വണ്ടി ഓടിക്കൽ ഇബാദത്ത്. എല്ലാത്തിനും കടമ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. വണ്ടി എങ്ങനെ ഓടിക്കേണ്ടത്, അതിങ്ങനെയൊക്കെയാണ് ഓടിക്കേണ്ടത്. റോഡിലൂടെ പോകുമ്പോൾ മറ്റുള്ളവരോടുള്ള ഹക്കുകളൊക്കെ വീടണം. അതാണ് ഇബാദത്തോടു കൂടിയുള്ള വാഹനം ഓടിക്കൽ. അല്ലെങ്കിലോ ഇബാദത്തല്ലാത്ത വാഹനം ഓടിക്കലാണ്, അത് കുഫ്രിയത്തെന്ന ഖുർആനും ഹദീസും പറയുന്നു. ഇപ്പൊ രാത്രിയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഡിമ്മൊന്നും അടിക്കാതെ ബ്രൈറ്റ് ഇട്ടിട്ട് ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു വണ്ടി ഓടിക്കലുണ്ടല്ലോ, അത് കുഫ്രിയത്തിന്റെ വണ്ടി ഓടിക്കലാണ്. അള്ളാഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെതിരായിട്ടുള്ള വണ്ടി ഓടിക്കൽ. അപ്പൊ അക്കാലത്തൊക്കെ ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചോദിക്കും, അതല്ല ഇവിടുത്തെ വിഷയം. അതിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ റോഡിലൂടെ പോകുമ്പോൾ മറ്റുള്ളവരുള്ള ഹക്കുകൾ വീടുക. ഏറ്റവും ആധുനികമായിട്ടുള്ള ഹക്ക് വീടലാണ് ഡിമ്മ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഡിമ്മ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും. ആ അപകടത്തിന് കാരണം ഞാൻ. അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് എന്തൊക്കെ ഇടങ്ങേറുകൾ സംഭവിക്കുമോ അതിന്റെ പേരിൽ ആ കുടുംബങ്ങൾ എത്രത്തോളം വേദനിക്കുമോ ആ വേദനകളും ഇടങ്ങേറുകളും ഒക്കെ ഒരു ശാപകോപമായി നാളെ പരലോകത്ത് എൻ്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി നിലകൊള്ളും നടത്തും. ഈ രാത്രിയിൽ ചില ആളുകൾ ഉറങ്ങാതെ പോയിട്ട് ഉറങ്ങിയിട്ട് ആക്സിഡന്റ് സംഭവിക്കും. ഈ ലോകത്ത് അതിന് ന്യായീകരണമുണ്ട്, പരലോകത്ത് ന്യായീകരണം ഇല്ലെന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അത്. ഈ ട്രാഫിക് നിയമം എന്നുള്ള വിഷയത്തിൽ തന്നെ ഇസ്ലാമികമായ ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. അപ്പൊ പറഞ്ഞു വന്ന വിഷയം എല്ലാം ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും എന്നല്ല, എല്ലാം ഇബാദത്താക്കി മാറ്റിയേ പറ്റൂ എന്നുള്ളതാണ്. അതാണ് ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി. എൻ്റെ ജീവിതവും എൻ്റെ മരണവും ആർക്കുള്ളതാ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ? എനിക്ക് വേണ്ടിയിട്ടുള്ളതാണോ? എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ? മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ? പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഞാൻ എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ടാണ് ജീവിക്കുക എന്ന്. അവൻ തനിച്ച കാഫിറാണ്, അവൻ മുശ്രിക്കാണ്. ഇത് ഖുർആനാ പറയുന്നത്, ഞാനല്ല പറയുന്നത്. അവൻ മുശ്രിക്കാന്ന് ഖുർആൻ പറയുന്നു. അതെങ്ങനെ പറയുന്നതെന്നറിയോ? ഖുർആന്റെ ശൈലി ഇതാണ്. അതായത് ഇതെല്ലാം എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ സകലതും, എൻ്റെ പരിശ്രമങ്ങള്, എൻ്റെ സ്നേഹം, എൻ്റെ പരിഗണന, എൻ്റെ എല്ലാം ജീവിതത്തിലുണ്ടെന്ന എൻ്റെ ചിന്തകൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ സമീപനങ്ങൾ, എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അള്ളാഹ് പറയുന്നു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന് വേണ്ടി എന്നല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. എന്തൊക്കെ? ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരം മാത്രമല്ല, വനുസുക്കി, എൻ്റെ എല്ലാ ആരാധന, ജീവിതത്തെ മുഴുവൻ ആരാധനയാക്കി മാറ്റലാണ്. എൻ്റെ ഡ്രൈവിംഗ് അടക്കം ആരാധനയാക്കി മാറ്റുകയാണ്. ദുആ ചൊല്ലി ആരംഭിക്കുന്നു, മാന്യമായ ഡ്രൈവിംഗ് ആണ്, അത് ഇബാദത്താണ്. പ്രതിഫലം കിട്ടും. അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ, ബൈക്ക് അങ്ങനെ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടും, മാന്യമായ രൂപത്തിലാണെങ്കിൽ. റോഡ് അറിയണം, റോഡിന്റെ സ്വഭാവം അറിയണം, അപകടരഹിതമായ രൂപത്തിൽ ഡ്രൈവിങ്ങിന് പ്രതിഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. അതാണ് ഖുർആന്റെ വാഅദ, ഖുർആന്റെ വാഗ്ദാനം. അപ്പൊ ആ രൂപത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എല്ലാം എന്താണ്? ഇബാദത്താണ്. അതിനാണ് നുസ്ക് എന്ന് പറയുക. എല്ലാ ഇബാദത്തുകളും തീർന്നില്ല. ഓ മഹ്യായ, എൻ്റെ ജീവിതം മൊത്തത്തിൽ, വീണ്ടും വീണ്ടും വ്യക്തതയാണ്. എൻ്റെ ജീവിതം മൊത്തത്തിൽ ഒന്നും മാറ്റമില്ല, ജീവിതത്തിൽ നിന്നും ഒന്നിനെയും മാറ്റി നിർത്താൻ കഴിയില്ല. ജീവിതം മുഴുവനും ഇബാദത്ത്. വ മമാത്തി, എൻ്റെ മരണം പോലും ഇബാദത്ത്. അപ്പോ ഇനി ജീവിതത്തിൽ ഒന്നും ബാക്കിയില്ല. എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി ഞാൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വീണ്ടും അടുത്ത ആയത്തിൽ പറയുന്നു ലാ ശരീക ലഹു, അള്ളാഹു അല്ലാത്ത ഒന്നും അതിൽ പങ്കെടുക്കുന്നില്ല കേട്ടോ. എൻ്റെ താല്പര്യങ്ങൾ പോലും പങ്കെടുക്കുന്നില്ല, അള്ളാഹു അല്ലാത്ത ഒന്നും അതിൽ പങ്കെടുക്കുന്നില്ല. വേറൊരു ഭാഗത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ പറയും. ഓർമ്മ ശരിയാണ്, സൂറത്തുൽ ജാസിയ.
അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അഊദു ബില്ലാഹി മിനശ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ. കുല്ലെന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്നു. സ്വന്തം ഹവായെ ഇലാഹാക്കിയവനെ കണ്ടോ? പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തു പോയിട്ടുള്ളതാണ്. പലതിനോടും കൂട്ടിച്ചേർക്കുമ്പോഴാണ് കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുക. സ്വന്തം ഹവായെ ഇലാഹാക്കിയവനെ കണ്ടോ? അപ്പൊ എന്റെ താല്പര്യങ്ങളും ഇലാഹി രൂപം പൂണ്ട് എന്നെ ഒരു മുശ്രിക്കാക്കി കളയും എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കേണ്ട വിഷയമാണ്. എന്റെ സ്വന്തം ഞാൻ അങ്ങനെ, അതാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു. ഈ ഞാൻ എന്നുള്ള ഈ ഒരു സംഗതി വലിയൊരു ഇലാഹിന്റെ രൂപം പൂണ്ട് എന്നെ മുശ്രിക്കാക്കി കളയും എന്നർത്ഥം. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്ന വിഷയം, സ്വന്തം ഹവയെ ഇലാഹാക്കിയവനെ കണ്ടോ എന്നുള്ള ചോദിക്കുകയാണ്. അതിനുശേഷം അല്ലാഹു പറയുന്നത് അവനെ ഉറപ്പായിട്ടും വലാലത്തിന്റെ വഴിയിലൂടെ മാത്രമേ ഞാൻ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. കടുത്ത രൂപത്തിൽ അല്ലാഹു സംസാരിക്കും. അപ്പൊ ഈ രൂപത്തിലുമായി മാറാം. അപ്പോഴെന്താണ്? സ്വന്തം ഇലാഹിനെ മാറ്റി നിർത്തി എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വ്യക്തമാക്കുകയാണ്. കാരണം ഈ ഖുർആൻ ആയത്തുകളൊക്കെ നാളെ പരലോകത്ത് എനിക്ക് അനുകൂലമായിട്ടോ എനിക്കെതിരായിട്ടോ സംസാരിക്കും എന്നാണ്. ഖുർആൻ ആയത്തിന് അനുസൃതമായിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഖുർആൻ ആയത്തുകളെല്ലാം എനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെല്ലാം കബൂൽ ചെയ്യട്ടെ. മറിച്ചാണെങ്കിൽ വലിയ അപകടമാണ്. അല്ലാഹ് അതിൽ നിന്ന് നമ്മളെല്ലാവരെയും കാക്കുമാറാകും. പറഞ്ഞു വന്ന വിഷയം, അല്ലാഹ് പ്രത്യേകം രണ്ടാമത് പറയുന്നു ലാ ശരീക ലഹു. ഈ പറഞ്ഞതിൽ ഒരു ശരീക്കും ഇല്ല കേട്ടോ, ഒരു പങ്കുകാരനും ഇല്ല, ഒന്നുമില്ല. വേറെ ഒരു സംഗതികളും ഇല്ല, ഒരാളും ഇല്ല, ഒരു താല്പര്യങ്ങളും ഇല്ല, ഒന്നുമില്ല, ഞാനും ഇല്ല, ഒന്നുമില്ല. ലാ ശരീക വബിദാലിക, ആ ഒരു കാരണം കൊണ്ട് ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു, വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ഒന്നാന്തരം മുസ്ലിം ആയിരിക്കണം. ഇതാണ് അമലുകളെ സുൽഹാക്കുന്നതിന്റെ താല്പര്യം എന്ന് പറഞ്ഞത്. അമലുകളെ സുൽഹാക്കുക എന്ന് പറഞ്ഞാൽ അമല് സ്വാലിഹാത്താക്കി മാറ്റുക. ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അമല് സ്വാലിഹാത്താണോ അല്ലയോ എന്ന് എനിക്ക് വ്യക്തമാക്കാൻ കഴിയില്ല. അത് എനിക്കും എൻ്റെ റബ്ബിനും മാത്രമേ ഉള്ളൂ. അത്ര രഹസ്യ സ്വഭാവമുള്ള ഒരു സംഗതിയാണ്. ജനങ്ങളുടെ നോട്ടത്തിൽ ശരിയാണ്, അദ്ദേഹം ഭയങ്കര ഇഖ്ലാസോടുകൂടി ചെയ്യുന്നുണ്ടാവും, വലിയ തഖ്വയോട്. ജനങ്ങളുടെ നോട്ടത്തിൽ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നാളെ പരലോകത്ത് പോകുമ്പോൾ അറിയാം എൻ്റെ എത്ര അമലുകൾ എനിക്ക് സുൽഹാക്കാൻ കഴിഞ്ഞു, സ്വാലിഹാത്തായ അമലുകളാക്കി എത്ര അമലുകളെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം നാളെ പരലോകത്ത് പോകുമ്പോൾ മാത്രമേ എനിക്ക് വ്യക്തമാവുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെ അവസ്ഥ ഇതാണ്. കാരണം അള്ളാഹു ഒരിക്കലും നമ്മുടെ രൂപങ്ങളിലേക്കോ പുറം പുച്ചുകളിലേക്കോ ഒന്നും നോക്കിയിട്ടല്ല എൻ്റെ അമലുകളെ പരിഗണിക്കുന്ന, മറിച്ച് എൻ്റെ ഹൃദയത്തിന്റെ അവസ്ഥ നോക്കിയിട്ട് മാത്രമാണ്. അപ്പൊ നല്ലതാണെങ്കിൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു, ഇല്ല എങ്കിലോ സമ്പൂർണമായ പരാജയമാണ്. ഭയപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നതാണ് ഈ രൂപത്തിൽ. അങ്ങനെയെങ്കിൽ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞ ജീവിതത്തെ മുഴുവൻ അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിച്ചവനാണ് മുസ്ലിമിന്റെ മറ്റൊരു തലമാണ്. അപ്പൊ പറഞ്ഞു അമലൂന സ്വാലിഹാത്ത്, അവരെന്ത് ചെയ്യുന്നു? അവരുടെ എല്ലാ അമലുകളെയും അള്ളാഹുവിന് വേണ്ടി മാത്രം സുൽഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് താല്പര്യങ്ങളൊന്നുമില്ല, എല്ലാം അള്ളാന്റെ താല്പര്യം നടപ്പിലാകട്ടെ എന്നുള്ളതാണ്. അവൻ പറയുന്നു, ഇവൻ പറയുന്നു, എന്റെ താല്പര്യം ഇതൊന്നും ചർച്ചയിലേ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചർച്ചയേ ഇല്ല അവന്റെ ജീവിതത്തിൽ. എല്ലാം അള്ളാഹ് പറയട്ടെ, അള്ളാഹ് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം പറയുന്നു അന്നലഹും അജ്റൻ കബീറ. ഇത് കേട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നും പടച്ചവനെ വലിയ പ്രയാസമാണല്ലോ ഇതൊക്കെ. പക്ഷെ അള്ളാഹു ആശ്വാസം പകരുകയാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ അന്നലഹും അജ്റൻ കബീറ, അവർക്ക് നല്ല പ്രതിഫലം ഉണ്ടാവും, വലിയ പ്രതിഫലം. അന്നലഹും അജ്റൻ എന്നല്ല പറഞ്ഞു, കൂട്ടിച്ചേർത്തു, കബീറ എന്നുകൂടി കൂട്ടിച്ചേർത്തു. നമുക്ക് വല്ലാത്ത പ്രതീക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ്. വലിയ പ്രതിഫലം അവർക്കുണ്ടാകുമെന്നൊന്ന് പറ. കാരണം അമലുകളെ എനിക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെച്ചാൽ മതി എന്ന് അള്ളാഹു അവിടെ വ്യക്തമാക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും തഖ്വയുൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കണം എന്നും എന്നോടെന്നതുപോലെ രണ്ടാമതൊന്നുകൂടി നിങ്ങളോടും ഉണർത്തുകയാണ്. ഇസ്രായേലിന്റെ 15-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തുമായി ബന്ധപ്പെട്ട് വീണ്ടും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമാ ളല്ല ഫഇന്നമാ യളല്ലു അലൈഹാ വലാ തസിറു വാസിറതു വിസ്റ ഉഖ്റാ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. മൻ, അപ്പോൾ ഒരുവൻ, ഇഹ്തദാ,
അവൻ നേർമാർഗം സ്വീകരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. എങ്കിൽ അവൻ അവന്റെ സ്വന്തം ഗുണത്തിന് വേണ്ടിയിട്ടാണ് നേർമാർഗം സ്വീകരിക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിട്ട് ഒരു ഔദാര്യമായിട്ട് എടുത്തു പറയാറുണ്ട്. മക്കളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്തു തന്നില്ലേ, ബാഗ് വാങ്ങിച്ചു തന്നില്ലേ, പുസ്തകം വാങ്ങിച്ചു തന്നില്ലേ, നിങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ. ഇതൊരു വലിയൊരു ഔദാര്യമായിട്ട് എടുത്ത് പറയാറുണ്ട്. അല്ലെ ഭാര്യയോട് പറയും, ഞാൻ എത്ര മാന്യമായ രൂപത്തിലാണ് നിങ്ങളോട് പെരുമാറുന്നതെന്ന് അറിയോ, മറ്റുള്ള ഇന്നയാൾ വളരെ മോശമായ രൂപത്തിലല്ലേ പെരുമാറുന്നു, അപ്പൊ ഞാൻ എത്ര മാന്യനായിട്ടാണ്. മാതാപിതാക്കളോട് പറയും, മാതാപിതാക്കളെ ചില മക്കളെ കാണും എത്ര മോശമായ രൂപത്തിലാണ് മാതാപിതാക്കളോട് പെരുമാറുന്നതെന്നറിയോ, ഞാൻ എത്ര മാന്യമായ രൂപത്തിലാണ് പെരുമാറുന്നത് നിങ്ങളോടൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ ഔദാര്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, എന്തുമാത്രം ഔദാര്യമാണ് ഞാൻ ഇങ്ങനെ വാരിക്കോരി ചൊരിയുന്നത്. അള്ളാഹ് പറയുന്നു, നീ ഔദാര്യത്തിന്റെ വർത്തമാനങ്ങൾ ഒന്ന് അവസാനിപ്പിക്കുക. നീ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ടിയിട്ടാണോ? അല്ല, നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. രണ്ടവസ്ഥയിലാണ് സംഭവിക്കുക. ഉദാഹരണം എന്നോണം, ഒന്ന്, മാതാപിതാക്കളുടെ മാന്യമായ രൂപത്തിൽ പെരുമാറിയെന്ന് വിചാരിക്കുക. മാതാപിതാക്കളെ ആദരിക്കുകയും അവരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അവരെ പരിഗണിക്കുകയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവരെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ പ്രായാധിക്യം മൂലം അവരിൽ ഉണ്ടാകുന്ന കാലോചിതമല്ലാത്ത, അങ്ങനെ ഉണ്ടാവും, കാലോചിതമാകണമെങ്കിൽ കാലത്തിനനുസൃതമായി ചിന്തിക്കുന്നവരാണ്. കാലോചിതമല്ലാത്തത് എന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിലുള്ള പല നിലയ്ക്കുള്ള നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പ്രയാസം. അപ്പൊ അവരുമായിട്ട് തർക്കിക്കാൻ തുടങ്ങും, അവരുമായിട്ട് പ്രശ്നത്തിലകപ്പെടാൻ തുടങ്ങും, അവരെ ധിക്കരിക്കാൻ തുടങ്ങും. നല്ല ഒന്നാന്തരം അഹങ്കാരിയായിട്ട് കുറച്ച് സമയം കൊണ്ട് ഞാൻ മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അഹങ്കാരം കാണിക്കാതിരിക്കുന്നതോ എൻ്റെ ഭാഗത്തുനിന്നുള്ള ഭയങ്കര ഔദാര്യമാണ്. എനിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്, എന്നാലും ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല തൽക്കാലം. ഇവിടെ ഞാൻ എന്താണ് വലിയ സംഭവമായി മാറാൻ പോവാ. ഞാനൊരു അക്ബറായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ പറഞ്ഞു, അള്ളാഹുവാണ് കേട്ടോ അക്ബർ, നീ വലിയ അക്ബർ ആകാനൊന്നും ശ്രമിക്കണ്ട. ഒരുപാട് പോരായ്മകൾ സംഭവിക്കും, വിഡ്ഢിത്തങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് അക്ബർ ഒന്നും ആകണ്ട, നീ പതുക്കെ ഒതുങ്ങിക്കൂടി ജീവിച്ചാൽ മതി. കാരണം എന്താണെന്നറിയോ, മാതാപിതാക്കൾ പഴയ കാലത്ത് നിന്നെ എങ്ങനെയാ വളർത്തിയെന്നുള്ള കാര്യം അവരൊന്ന് വിശദീകരിച്ചിട്ട് അതൊരു വ്യാഖ്യാനം നിന്നോട് തരാൻ പറഞ്ഞാൽ നീ തീർന്നു, പിന്നെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം നിസ്സാരനായി മാറും. കാരണം പണ്ട് കാലത്ത് നീ കാണിച്ച വിവരക്കേടുകള്, സ്വയം പര്യാപ്തത ഇല്ലാത്ത കാലത്ത് നീ കാണിച്ച വൃത്തികേടുകളൊക്കെ അവരൊന്ന് വിശദീകരിച്ചാൽ അതൊരു സമൂഹത്തിന്റെ മുന്നിലാണെങ്കിൽ നീ തല പൊക്കില്ല. അത്രമാത്രം നിസ്സാരനായിട്ട് നീ മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്നുള്ളതാണ് അതിൻ്റെ ഒരു താല്പര്യം. അപ്പൊ ചുരുക്കത്തിൽ വലിയ ഔദാര്യമായിട്ടൊന്നും പറയണ്ട. ഞാൻ ചെയ്യുന്ന കാര്യം മക്കളോടും പറയണ്ട, അതെന്റെ കടമയാണ്, എന്റെ ബാധ്യതയാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ കടമകളുണ്ട്, പൂർത്തീകരിച്ചേ പറ്റുള്ളൂ. അത് വലിയ ഔദാര്യമായിട്ടൊന്നും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, എൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ കൈ പിടിച്ചിട്ട് നല്ല ഒരു സമൂഹത്തെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സൗജത്തായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ നിലയ്ക്കും അവളെ ഞാൻ പരിഗണിച്ചോളാം എന്ന് എൻ്റെ ഭാര്യയുടെ പിതാവിന് കൊടുത്ത വാക്കാണ്. അത് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സലാത്തിന്റെ അകമ്പടി ഉണ്ടായിരുന്നു, എല്ലാവരും സാക്ഷിയായിരുന്നു, മലായിക്കത്തുകളടക്കം സാക്ഷിയാണ്. എന്നിട്ടാണ് ഞാനിപ്പോ ആ കൊടുത്ത വാക്കിനെ ഒരു ഔദാര്യമായിട്ട് എടുത്തു പറയുകയാണ്. എൻ്റെ ആവശ്യമില്ലല്ലോ, അത് തെറ്റല്ലേ? അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ വാക്ക് കൊടുത്ത വിഷയമല്ലേ, ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറിക്കോളാന്ന്. എന്നിട്ട് ഇപ്പം ആ വാക്ക് മാറ്റിയിട്ട് ഇല്ല, ഞാനിത് ചെയ്യുന്ന വലിയ ഔദാര്യം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മക്കളുടെ വിഷയം അത് തന്നെയല്ലേ. കല്യാണം കഴിച്ചാൽ മക്കളുണ്ടാവും, പിന്നെ അമാനത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകും. ആ മക്കളോട് കടമകൾ പൂർത്തീകരിച്ചാൽ മതി, അല്ലാതെ ഔദാര്യം എടുത്ത് പറയല്ലേ. അള്ളാഹ് ഇവിടെ പറയുന്നു, ഹിദായത്തിന്റെ വഴിയിലൂടെ അള്ളാഹ് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ നീ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നിനക്ക് തന്നെയാണ് അതിന്റെ ഗുണം, അല്ലാതെ ബാക്കിയുള്ളവർ നീ അതിലേക്ക് ചേർത്ത് വെക്കല്ലേ. അള്ളാഹ് പറയാണ്. അതിനുശേഷം പറയുന്നു, പ്രിയപ്പെട്ട സഹോദര, നീ ഒന്ന് മനസ്സിലാക്കുക, അള്ളാഹ് എന്നോട് പറയുകയാണ്, നീ എങ്ങാനും വഴികേടിലായാൽ ഇനി നീ ഔദാര്യം ഒന്നും കാണിക്കണ്ട. ശരി, മാതാപിതാക്കളോട് അതുവരെ കുറെ കാലമുള്ള ഔദാര്യം കാണിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് നിർത്തിക്കൂടെ? മക്കൾ ഇതന്നെ കേട്ട് മടുത്തിരിക്കുകയാണ്. പിതാവിന്റെ ഔദാര്യം ഔദാര്യം ഔദാര്യം, ഭാര്യ മടുത്തിരിക്കുകയാണ്. ഭർത്താവിന്റെ ഔദാര്യം ഔദാര്യം ഔദാര്യം, മാതാപിതാക്കളും മടുത്തിരിക്കുകയാണ്. മക്കളുടെ ഔദാര്യം ഔദാര്യം ഔദാര്യം, അയൽവാസികളും മടുത്തിരിക്കുകയാണ്. ഇയാളുടെ ഔദാര്യം ഔദാര്യം ഔദാര്യം. ഇപ്പൊ എല്ലാവരും പറഞ്ഞു നിർത്തിക്കൂടെ ഔദാര്യം? അപ്പൊ ഔദാര്യം നിർത്തിയാൽ എങ്ങോട്ടാ പോവുക? അള്ളാഹ് പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പോണ്ടി വരും.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൃത്തെ, നീ നിന്റെ ഔദാര്യമൊന്നും പറയണ്ട. നീ ഇതിന് വിരുദ്ധമായ രൂപത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ നീ വലാലത്തിലാണ്. നിന്റെ വലാലത്ത് കൊണ്ട് നശിക്കുന്നത് നീ തന്നെയാണ്. പ്രിയമുള്ളവരെ, വലാലത്തിന്റെ വഴി ഗതികേടാണ്. ഹിദായത്തിന്റെ വഴി ഏറ്റവും ശരിയായതാണ്. ഹിദായത്തിന്റെ വഴിയിലോടൊപ്പം ഒരിക്കലും ഔദാര്യം പറയാൻ പാടില്ല. കാരണം ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീനോ വഅന അവ്വലുൽ മുസ്ലിമീനോ ഞാൻ പ്രഖ്യാപിച്ചിട്ട് ഇനിയിപ്പോ ഈ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള എൻ്റെ മര്യാദകളും നല്ല സമീപനങ്ങളും നല്ല ശൈലികളും നല്ല സംസാരങ്ങളും നല്ല സമീപനമൊക്കെ എൻ്റെ ഒരു ഔദാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു ശരീക്കായിട്ട് ഞാൻ തന്നെ കയറി വന്നില്ലേ? ഒരു പങ്കുകാരനായിട്ട് എൻ്റെ ഹവ കയറി വന്നെന്നല്ല എൻ്റെ അർത്ഥം. എൻ്റെ ഔദാര്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പൊ ഒന്നാന്തരം മുശ്രിക്കായിട്ട് ഞാൻ മാറുകയാണ്. ഇതെന്റെ ഔദാര്യമാണ്, എൻ്റെ മാന്യതയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒന്നാന്തരം മുശ്രിക്കായിട്ട് ഞാൻ മാറുന്നു എന്നുള്ളതാണ് സൂറത്തുൽ അൻആമിലെ ഈ ആയത്ത് പറയുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം. ഇത് ഖുർആന്റെ നയമാണ്. അതുകൊണ്ട് ഔദാര്യം പറയണ്ട. അല്ലാഹ് പറയുന്നു, നീ എന്തെങ്കിലും നന്മ കാണിച്ചാൽ ഈ ലോകത്തും നാളെ പരലോകത്തും നിനക്ക് തന്നെയാണ് നന്മ. നീ ഭാര്യയോട് മാന്യമായ രൂപത്തിൽ പെരുമാറിയോ? അല്ലെങ്കിൽ സ്ത്രീകൾ ചിന്തിക്കുക, നിങ്ങൾ ഭർത്താക്കന്മാരോട് മാന്യമായ രൂപത്തിൽ പെരുമാറുന്നുണ്ടോ? നിങ്ങൾ വെച്ച് വിളമ്പുന്നുണ്ടോ? നിങ്ങൾ മക്കളെ സേവിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് തന്നെയാണ് ഇതുകൊണ്ടുള്ള ഗുണം. അല്ലാതെ ഔദാര്യമായിട്ട് എടുത്തു പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അമലുകളാണെങ്കിൽ അത് അമലു സ്വാലിഹാത്തായി മാറുന്നു. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നാളെ ഈ ലോകത്തും ഉണ്ടാവും പ്രതിഫലം, നാളെ പരലോകത്തും ഉണ്ടാവും. മാതാപിതാക്കളോട് മാന്യമായ രൂപത്തിൽ പെരുമാറിയെങ്കിൽ ഇൻഷാ അള്ളാഹ് എൻ്റെ മക്കൾ എന്നെ അനുസരിക്കാൻ തയ്യാറാവും. അവരോട് ഞാൻ മോശമായ രൂപത്തിൽ വലാലത്തിന്റെ വഴിയിലാണ് പെരുമാറിയതെങ്കിൽ എൻ്റെ മക്കൾ അതിനുള്ള കണക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ എന്നോട് തീർത്തിരിക്കും എന്നുള്ളതാണ്. എത്രയോ ആളുകൾ അതിന്റെ പേരിൽ പരിതപിക്കുന്നു, വിഷമിച്ച് നീറി കഴിയുന്നു എന്നുള്ളതാണ്. അള്ളാഹ് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഔദാര്യമില്ല. ഔദാര്യം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ്. ഫദ്ല് എന്നുള്ളത് അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണ്. എനിക്കൊരിക്കലും ഫദ്ല് കൊടുക്കാൻ മാത്രം അർഹതയുള്ളവനല്ല ഞാൻ. അതിനുശേഷം അള്ളാഹു പറയുന്നു, വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അവസാനം എന്ത് ചെയ്യുന്നു? വഴിപിഴച്ച് ഇതിന്റെ പാപഭാരം എന്നുള്ളത് ഒരിക്കലും മറ്റാരും വഹിക്കില്ല. ഞാൻ ഈ ചെയ്തു കൂട്ടുന്നതിൻ്റെയും പറഞ്ഞു കൂട്ടുന്നതിൻ്റെയും പെരുമാറിക്കൂട്ടുന്നതിൻ്റെയും ഒക്കെ പാപ ഫലം എന്നുള്ളത് എൻ്റെ തലയിൽ തന്നെയാണ്. നല്ലതാണെങ്കിൽ നന്മയായിട്ട് എന്നോടൊപ്പം ഉണ്ടാവും, മോശമാണെങ്കിൽ എന്നോടൊപ്പം അത് മോശമായിട്ട് തന്നെ ഉണ്ടാവും. ഖബറിലേക്ക് എന്നെ ഇറക്കി വെക്കുമ്പോൾ ഈ സാധനവും കൂടെ ഇറക്കി വെക്കും എന്നർത്ഥം. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഒരു ദൂതനെ അയക്കുന്നത് വരെയും ഒരാളെയും നാം ശിക്ഷിക്കില്ല എന്ന് അള്ളാഹു പ്രത്യേകം അതിനോട് കൂട്ടിച്ചേർത്തിട്ട് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെയും കൂടി ഒന്ന് ചേർത്ത് വെച്ചുകൂടെ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല ഉപദേശങ്ങൾ, അബദ്ധങ്ങൾ സംഭവിക്കല്ലേ